തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ കേരളത്തിലെ ധർമാചാര്യന്മാരും സന്യാസ ശ്രേഷ്ഠന്മാരും സംഘടിപ്പിച്ച് നടത്തി വരുന്ന ധർമ്മസന്ദേശ യാത്രയുടെ തൃശ്ശൂർ പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ഋഷി പരമ്പര ലോകക്ഷേമത്തിന് വേണ്ടി അവതരിപ്പിച്ച ദാർശനികവും ധാർമ്മികവുമായ തത്വചിന്തകളുടെയും ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും അവയുടെ പ്രായോഗിക വർത്തമാനകാല ജീവിതത്തിലെ പ്രായോഗിക ആവിഷ്കാരത്തിൻ്റെയും അനുപമമായ സന്ദേശങ്ങളാണ് ഈ സഭയിൽ നാം ഇതുവരെ ശ്രവിച്ചത്. ഈ പ്രവചനങ്ങളിലെല്ലാം പൂജ്യ സ്വാമിജിമാർ ഉയർത്തിപ്പിടിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കാത്തു സൂക്ഷിക്കേണ്ട അനശ്വരമായ അധ്യാത്മ പൈതൃകത്തെയും ലോകോത്തരമായ സമ്പത്തിനെയും ജീവിതത്തിലുടനീളം പരിരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുമായി വേണം നാം ഇവിടെ നിന്ന് പിരിയാൻ. ആ പ്രതിജ്ഞാബദ്ധതയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹൃദയസ്പന്ദനം പോലെ ജീവിത താളമായി മുന്നോട്ട് നയിക്കാനുള്ള ഒരു വലിയ ഉറപ്പും ഉത്തരവാദിത്വവുമാണ് ഈ വാചകങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വലുതുതരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ആഴത്തിൽ വേരുപതിപ്പിച്ച ഈ ഉദാത്തമായ സങ്കല്പങ്ങളും അതിൻ്റെ സ്ഫുരണങ്ങളും അതിൻ്റെ പ്രതിധ്വനികളുമെല്ലാം ജീവിതത്തിലുടനീളം എൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രശോഭിപ്പിക്കാൻ, പ്രകാശിപ്പിക്കാൻ, അത് പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്വത്തെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്ന വിചാരത്തോടെ, എന്ന ചിന്തയോടെ വേണം ഈ പ്രതിജ്ഞാവാചകങ്ങൾ നാം ഓരോരുത്തരും ഏറ്റുപറയാൻ. ഇത് കേവലം ഒരു അനുകരണമോ ഏതെങ്കിലും ഒരു ഔപചാരികമായ ചടങ്ങുമായി മാറാതെ പൂജനീയ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ഭാരതീയ പൈതൃകത്തിൻ്റെ വിശിഷ്ടമായ പ്രതീകങ്ങൾ നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഈ വേളയിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയസ്പന്ദനങ്ങൾ ഭാവി തലമുറയെയും ഭാവി കാലത്തെയും രൂപപ്പെടുത്താനുള്ള വലിയൊരു ദൗത്യവും ഉത്തരവാദിത്വവുമാണ് ഈ വാക്യങ്ങൾ നമ്മിലേക്ക് വിതറുന്നത്. അത് മുളച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് അതിൻ്റെ എല്ലാ നന്മകളും ഫലരൂപത്തിൽ നമ്മുടെ പിൻഗാമികളിലും ഭാവിയിലും നിറഞ്ഞ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും ഐശ്വര്യവും ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയും അതിനുള്ള ചുവടുവെപ്പുമായി ഈ വാചകങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങാനാണ് ഈ ഒരു മുദ്ര, വിശിഷ്ടമായ ഈ മുദ്ര ധരിച്ചുകൊണ്ട് നാം ഈ വാചകങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. എല്ലാവരും നിവർന്നു നിൽക്കൂ, ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ചു, കണ്ണുകൾ അടച്ചു. ഈ ശബ്ദതരംഗങ്ങൾ ഏറ്റുചൊല്ലി അത് വലിയൊരു സങ്കല്പത്തിൻ്റെ വിത്തുപാകലായി നാം കരുതിക്കൊണ്ട് ഈ വാചകങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ചൊല്ലാം.